കേന്ദ്ര സർക്കാർ സർവീസുകളിലേക്ക് LDC ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന CHSL പരീക്ഷയെക്കുറിച്ചാണ്. +2 ലെവലിലുള്ള പരീക്ഷ. ഈ പരീക്ഷ ഓൺലൈൻ ആയിട്ടുള്ളൊരു എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇതിന് സിലബസ് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 4 സെക്ഷനുകളായിട്ടുണ്ട്. ഓരോ സെക്ഷനിൽ 25 ക്വസ്റ്റ്യനാണ്. ഒരു സെക്ഷൻ മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, ഒരു സെക്ഷനിൽ ഇംഗ്ലീഷ്, ഒരു സെക്ഷനിൽ റീസണിങ്, പിന്നെ 4ാമത്തെ സെക്ഷൻ GK ആൻഡ് GA എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ്. അതൊരു 6-7 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി മേഖലകളിൽ നിന്നായിരിക്കും. അപ്പം ഇതിന് വേണ്ടുന്ന കോച്ചിങ് നമ്മൾ കൊണ്ടുവരാൻ ജേർണലിസ്റ്റ് അക്കാഡമിയിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഈ സെക്ഷനുകളിലെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല ഡെപ്തിലേക്ക് ഇറങ്ങി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്താൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ SSCയുടെ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഈ വർഷം വന്ന നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ശമ്പളം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ റാങ്ക് ലിസ്റ്റില്ല. ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എത്ര വേക്കൻസി ഉണ്ടോ അത്രയും വേക്കൻസിയിലേക്ക് ആളിനെ ഒരുമിച്ചെടുത്ത് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന രീതിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനുള്ളത്. ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതേ എന്ന് വിചാരിച്ച് നല്ല ഒരു കോച്ചിങ്, നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്താൽ ഉറപ്പായിട്ടും ജോലി നേടിയെടുക്കാവുന്നതാണ് ഈ CHSL. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് CHSL പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിന് ഇതിന് പുറകെ തന്നെ വരുന്ന കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന പ്രിപ്പറേഷനും ആകും. മുമ്പ് ബാങ്ക് എക്സാം കോച്ചിങ് ചെയ്തിട്ടുള്ളവർക്ക് കുറേ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഇത്. അതുകൊണ്ട് മുമ്പ് കോച്ചിങ് ചെയ്തിട്ടുള്ളവർ, ബാങ്ക് കോച്ചിങ്, SSH കോച്ചിങ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജേർണലിസ്റ്റ് അക്കാഡമിയിൽ പ്രത്യേകമായിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. വിശദവിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.